എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നെഞ്ചുവണ്ണം അനുസരിച്ച് എങ്ങനെയാണ് ഒരു സ്ലീവ് കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 4ആയിട്ട് മടക്കിയിടുക. ബ്ലൗസ് കട്ട് ചെയ്തതിന് ശേഷമുള്ള തുണി 4ആയിട്ട് മടക്കിയിടുക. ഇതാ ഞാനിവിടെ ഈ ഒരു പീസ് തുണിയിലാട്ടോ വെട്ടി കാണിക്കുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും അത് ബ്ലൗസ് പീസിലായാലും ഇതിൻ്റെ അടിഭാഗം ലെവൽ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇതവിടെ കറക്റ്റ് ആയിരിക്കില്ല, കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമുക്ക് വേണ്ടത് അടിഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യും. അത് നമുക്ക് ആ സ്ലീവിൻ്റെ അടിഭാഗം മടക്കി ഹെമ്മിങ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് മാത്രം ഇതുപോലെ മാർക്ക് ചെയ്താൽ മതിയാവും. കണ്ടോ, 1/2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചു മറിക്കാനായിട്ട് 1/2 ഇഞ്ച് മതി ലൈനിങ് ബ്ലൗസ് അടിച്ചു മറിക്കാനായിട്ട്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ നീളമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളം വേണമെങ്കിലും എടുക്കാം, 8ഓ 9ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളം എടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ കൈയുടെ നീളം മാർക്ക് ചെയ്യണത്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടി ചേർത്ത് 8.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 8.5 ഇഞ്ചിൽ ഞാൻ ഒരു ലൈൻ വരച്ചിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഇറക്കമാണ്. നമ്മളിപ്പോൾ പലരും പല വിധത്തിലാണ് ആ ഒരു ഇറക്കം മാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇവിടെ തൊട്ടിവിടം വരെയുള്ള ഇറക്കത്തിന് പറയുന്നതാണ് ക്യാപ്പ് ഹൈറ്റ്. അപ്പോൾ ആ ഇറക്കം എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമുക്കുണ്ട്. ഇതാണ് ആ ഇറക്കം കണ്ടുപിടിക്കാനുള്ള, അതായത് ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ജസ്റ്റ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 0.25. അതായത് നമ്മുടെ നെഞ്ചുവണ്ണത്തിൻ്റെ 12ൽ ഒരു ഭാഗത്തോടു കൂടി 1/4 ഇഞ്ച് കൂട്ടാം. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇപ്പോൾ 38 ഇഞ്ചാന്ന് വിചാരിക്കുക. അപ്പോൾ 38ൻ്റെ 12ൽ ഒരു ഭാഗം നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്കറിയാം 3.1ഒക്കെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അതവിടെ മാർക്ക് ചെയ്യാം 3.1. നമുക്ക് 38 ഇഞ്ചിൻ്റെ 12ൽ ഒരു ഭാഗം 3.1 കിട്ടി. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 ഇഞ്ച് കൂടി ചേർക്കണം. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 0.25 അടിച്ചു കൊടുക്കുക. 3.1 പ്ലസ് 0.25 നമുക്ക് 3.41 അങ്ങനെയാണ് കിട്ടുക. അതായത് ഒരു പോയിൻ്റ് കുറവ് 3.5 ഇഞ്ചിന്. അപ്പോൾ നമുക്കത് റൗണ്ട് ആക്കിയിട്ട് 3.5 ഇഞ്ച് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 38 ഇഞ്ചിൻ്റെ സ്ലീവിൻ്റെ ക്യാപ്പ് ഹൈറ്റ് വരെ 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. സാധാരണ നമ്മൾ 3.5 തന്നെയാണ് എടുക്കാറ്, 36 38. പക്ഷേ 36ൻ്റെ ഇതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും, ചെറിയൊരു മാറ്റം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ലൈൻ ഫുള്ളായിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് ഇവിടേക്ക് ആം റൗണ്ട് മാർക്ക് ചെയ്യും. ആ ആം റൗണ്ട് നമ്മുടെ ചെസ്റ്റ് അനുസരിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. അപ്പോൾ ആം റൗണ്ട് കണ്ടുപിടിക്കാനുള്ള ആ ഫോർമുലയാണ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 മൈനസ് 1.5. അതായത് നെഞ്ചുവണ്ണത്തിൻ്റെ 4ൽ ഒരു ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് 38 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 4ൽ ഒരു ഭാഗം 9.5 ഇഞ്ച്. അതിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 8 ഇഞ്ച് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആം റൗണ്ടായിട്ട് വരുന്നത്. അപ്പം അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതുപോലെയാണ് നമ്മുടെ ആം റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. കറക്റ്റ് ഈ കോർണറിൽ നിന്ന്, ഈ സ്ലീവ് ആ കോർണറിൽ നിന്ന് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ഈ കോർണറിൽ നിന്ന് ഇതുപോലെ ടൈപ്പ് വെച്ച് ഈ ക്യാപ്പ് ഹൈറ്റ് വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൽ 8 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്യുക. 8.5 ഇഞ്ച് കാണിച്ചാൽ നിങ്ങൾ 8.5 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിങ്ങളൊരു മാർക്കിങ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഇതന്നെ വരണമെന്നില്ല, ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചിൻ്റെ വ്യത്യാസം കാണും. ഇനി നമുക്ക് ഇത് സ്ലീവ് എളുപ്പത്തിൽ കട്ട് ചെയ്യാനുള്ള ഒരു
സൂത്രപ്പണി കേട്ടോ. ഈ കോർണറിൽ നിന്ന് ഞാൻ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അത് ആ 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ ആം റൗണ്ട് വരച്ചല്ലോ, മാർക്ക് ചെയ്തല്ലോ, അതിലേക്ക് ഇതുപോലെ ചെരിച്ചൊരു ലൈൻ വരച്ചു. ഒരു 1.25 1.5 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് വരച്ചു. കണ്ടോ? അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇതാ ചെറിയൊരു റൗണ്ട്, ചെറുതായിട്ടൊരു റാ പോലെ ഇതുപോലെ വരച്ച് 1.25 ഇഞ്ച് വരുമ്പോൾ അടിഭാഗത്ത് കൊണ്ടുവന്ന് ആ ലൈനിൽ മുട്ടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗം അത് നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെയും നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടും ചേർത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതവിടെ ലൈൻ വരച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അത് നിങ്ങൾക്കൊന്ന് തെളിച്ച് കാണാനായിട്ട് ഞാനിവിടെ ഒന്ന് തെളിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ തെളിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ കണ്ടോ, നമുക്ക് ഈ ഒരു ഷേപ്പിലാട്ടോ നമ്മുടെ സ്ലീവ് വരാം. നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്ത് സ്ലീവ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സ്ലീവ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളവിടെ സ്ലീവ് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ആദ്യം തന്നെ അടിഭാഗത്ത് നിന്ന് ഈ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ സാധാ ഈ റൗണ്ട് ഭാഗത്ത് നിന്നോ ഇവിടെ ഏത് ഭാഗത്ത് നിന്നോ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ 38 ഇഞ്ചുകാർക്ക് ഈ ആം റൗണ്ട് 8 ഇഞ്ച് മാത്രമാവില്ല വരാം. ഒരു ചെറുതായിട്ട് മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചിൻ്റെ മാറ്റമൊക്കെ വരും. എല്ലാവർക്കും ഒരേ അളവ് ആവില്ലല്ലോ. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. ചെറിയൊരു മാറ്റേ വരുള്ളൂ. അപ്പോൾ നമ്മളതവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത ഉടനെ കണ്ടോ, ഇവിടെ ഈ നടുഭാഗത്തായിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സ്ലീവ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ സ്ലീവ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ. ഇവിടെ ആ 1.5 ഇഞ്ച് അപ്പുറത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതുപോലെ തന്നെ ആ മുകൾ ഭാഗത്തും സ്ലീവിൻ്റെ ആ മുകൾ ഭാഗത്തും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ബാക്കി ഭാഗമാണ് നമ്മൾ കുഴിച്ച് വരയ്ക്കാൻ പോണത്. ഇത്രയും ഭാഗം നമ്മൾ കുഴിച്ച് വരയ്ക്കില്ല കേട്ടോ. 1.5 ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്ത് ഒരു 1/4 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. കണ്ടോ, ചെറിയൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ചെറിയൊരു പോർഷൻ മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ അത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ് കട്ടിങ്. കുഴിച്ച് വരയ്ക്കൽ. അപ്പോൾ കുഴിച്ച് വരച്ച ഭാഗം ചിലപ്പോൾ നമുക്ക് മാറിപ്പോവും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് നല്ല കറക്റ്റായിട്ട് നെഞ്ചുവണ്ണം അനുസരിച്ച് വന്നിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ 1 ഇഞ്ചാണ് നമ്മൾ മടക്കി ഹെമ്മിങ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് 1 ഇഞ്ച് ഇതുപോലെ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്കൊരു അളവ് ബ്ലൗസ് കിട്ടുമ്പോഴല്ല കേട്ടോ ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. ചെസ്റ്റ് വണ്ണം മാത്രം, അതായത് നെഞ്ച് വണ്ണം മാത്രം നമുക്ക് കിട്ടുന്ന സമയത്താണ് ഇത് നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അളവ് ബ്ലൗസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതേ അളവിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.